ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിലെയും ബാത്റൂമുകളിലെയും ടൈലുകൾ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ബക്കറ്റിൽ 1/8 കപ്പ് സോപ്പും പൊടി എടുക്കുക. ഞാനിവിടെ ഏരിയലിൻ്റെ സോപ്പും പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കണം. ക്ലോറക്സിൻ്റെ വലിയ കുപ്പിയുടെ അടപ്പിൽ 2 അടപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 1/4 കപ്പിലും താഴെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. നമ്മുടെ കൈ കൊണ്ട് എടുക്കുമ്പോൾ പാകത്തിനുള്ള ചൂടായിരിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തുടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്രഷാണ്. പഴയ ബ്രഷ് എടുത്താൽ മതി, പിന്നെ വൈപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നല്ലൊരു വൃത്തിയുള്ളൊരു തുണി വേണം. ഞാനിവിടെ ഒരു പഴയ തോർത്തുമുണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ ഈ തോർത്തുമുണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി ഈ തോർത്തുമുണ്ട് നമുക്ക് ആ ബ്രഷിൻ്റെ മുകളിൽ 2-3 മടക്കാക്കിയിട്ട് ചുറ്റി കൊടുക്കണം. ഇനി എല്ലാവരും നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇത്തിരി ബലം പ്രയോഗിച്ചിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിക്കോളും. ക്ലോറക്സും സോപ്പും പൊടിയും കൂടി ഉപയോഗിച്ചിരിക്കുന്ന തന്നെ നമുക്ക് അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റും. ആദ്യം ഇങ്ങനെ തുടച്ചിട്ട് ക്ലീൻ ആവത്തോളം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടിയും അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ചൂടുകാലത്ത് അടുക്കളയിൽ ഭയങ്കര ചൂടായ കാരണം ഇതുപോലെ മുകളിലൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കയ്യെത്തുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ബ്രഷ് ഇല്ലാണ്ട് തന്നെ തോർത്തുമുണ്ട് മാത്രം എടുത്തിട്ട് തുടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാവരും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞേട്ടനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ കുഞ്ഞേട്ടനൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അഴുക്കുള്ള വെള്ളം കളഞ്ഞിട്ട് ഈ തുണി നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നല്ല വെള്ളം എടുത്തിട്ട് അതിനകത്ത് വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ ബ്രഷുമ്മ തുണി ചുറ്റിയിട്ട് വീണ്ടും എല്ലാവരും ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. ഇതിനൊരു 100% റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയണില്ല. എന്തായാലും 90% റിസൾട്ട് ഉറപ്പാണ്. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.